നമസ്തേ. ലോകത്തെമ്പാടുമുള്ള കർമ്മത്തിൻ്റെ ശാസ്ത്രമാണ് ഭഗവത്ഗീത. ഇത് ഒരു മതഗ്രന്ഥമല്ല, പക്ഷേ ഇതിനെ ഒരു മതഗ്രന്ഥമായി മാത്രം അന്യമതസ്ഥർ കാണുന്നത് വളരെ ദുഃഖകരമാണ്. മതങ്ങൾ എല്ലാം ജനിക്കുന്നതിന് എത്രയോ ആയിരം വർഷങ്ങൾക്ക് മുമ്പേ ആർഷ ഭാരത മുനിയുടെ ദിവ്യ ചക്ഷുസുകളാൽ മാനവരാശിയുടെ ഉന്നമനത്തിനായി എഴുതപ്പെട്ട ശാസ്ത്ര സത്യങ്ങളാണ് ഭഗവത്ഗീതയിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. ഇന്ന് പാശ്ചാത്യ രാജ്യങ്ങളിലെ എത്രയോ സർവകലാശാലകളിൽ ഭഗവത്ഗീത പാഠ്യ വിഷയമാക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. അജ്ഞാനജനിതമായ കാമവികാരങ്ങളെ എങ്ങനെയാണ് ജയിക്കേണ്ടത് എന്ന് ഭഗവത്ഗീത നമ്മെ പഠിപ്പിക്കുന്നു. ജീവിത വിജയവും പരമശാന്തിയും പ്രദാനം ചെയ്യുന്ന ദിവ്യമന്ത്രങ്ങളാണ് ഭഗവത്ഗീതയിലുള്ളത്. ജീവിത സത്യം മനസ്സിലാക്കിയാൽ ഹൃദയ ദൗർബല്യങ്ങൾ താനെ വഴിമാറുമെന്ന പാഠം ഭഗവത്ഗീത തുറന്നു വയ്ക്കുന്നു. ആത്മാവ് ഒന്നു മാത്രമേ ഉള്ളൂ, അതിന് ഉൽപ്പത്തിയും നാശവും ഇല്ല. ഒന്നു മാത്രമായ ആത്മാവിനെ കൊല്ലാനും കൊല്ലിക്കുവാനും സാധ്യമല്ല എന്ന ശാസ്ത്രം നമ്മെ അനുഭവിപ്പിക്കുന്നു ഭഗവത്ഗീത. പ്രവർത്തിക്കുവാനാണ് ഒരാൾക്ക് അധികാരം. ഫലകാംക്ഷയിൽ ആദി പിടിക്കരുത്, അത് താനേ വന്നു ചേരേണ്ടതാണ്. ഫലകാംക്ഷ സ്വാർത്ഥതയിലേക്കും ബന്ധത്തിലേക്കും നയിക്കും. അർജുനനെ സാക്ഷിയാക്കി ലോകസമക്ഷം ഈ അലംഘനീയ ജീവിത തത്വം നമ്മുടെ ബോധതലങ്ങളിൽ പ്രഹരിക്കുന്നു ഭഗവത്ഗീത. അഭ്യസിച്ചുറപ്പിച്ച കർമ്മവാസനകളുമായി ജീവിത രംഗത്തെത്തിച്ചേരുന്ന ഓരോ ലൗകികനും തൻ്റെ കർമ്മമാർഗത്തെ സത്യോന്മുഖമാക്കി ജീവിതം ധന്യമാക്കാനുള്ള അനിച്ഛേദ്യ ശാസ്ത്രമന്ത്രത്തിൽ 4 തത്വങ്ങളടങ്ങിയിരിക്കുന്നു. 1. കർമ്മണ്യേ വാധികാര. 2. മാ ഫലേഷു കദാചന. 3. കർമ്മഫല ഹേതുർഭൂ. 4. മാ തേ സംഗോസ്ത്വകർമ്മണി. കർമ്മമാർഗത്തിന് മാത്രമേ അധികാരികളാകുന്നുള്ളൂ എങ്കിൽ കർമ്മഫലങ്ങൾക്കും അധികാരികളാണെന്ന് കരുതിക്കൂടെ? കരുതരുത് എന്നാണ് ഭഗവാൻ ആവശ്യപ്പെടുന്നത്. കർമ്മത്തിൻ്റെ ഫലം അനുകൂലമാകാം, പ്രതികൂലമാകാം. തത്കാലം പ്രതികൂല ഫലം ഭാവിയിൽ വലിയ നന്മയ്ക്കുമാകാം. അതുപോലെ മറിച്ചും സംഭവിക്കാം. കർമ്മ ശൃംഖലയിലെ ഭൂതഭാവികളെക്കുറിച്ചുള്ള അജ്ഞതയാണ് അനിശ്ചിത ബോധത്തിന് കാരണം. ഈ അജ്ഞത മനസ്സിലാക്കാതെ കർമ്മത്തിനൊക്കെ അനുകൂലമായ ഫലമാണ് എല്ലാവരും കൊതിക്കുന്നത്. പ്രതികൂലമായാൽ ശോകപരവശമായി മനസ്സ് തളരുന്നു. ഇത് ആത്മാലാഭത്തിന് തടസ്സമായി ഭവിക്കുന്നു. മനുഷ്യ മനസ്സിന് വ്യാപരിക്കുവാൻ 2 ഇടമേ ഉള്ളൂ. ഒന്ന് ഈശ്വരനും മറ്റേത് ഏതെങ്കിലും കർമ്മഫലവും. ഇതിൽ ഏതിനെ ആശ്രയിച്ചാലാണ് പരമമായ സുഖവും ശാന്തിയും ലഭിക്കുന്നത്, അതിനെയാണ് നാം ആശ്രയിക്കേണ്ടത്. അന്ധഃകരണത്തിൽ സഞ്ചയിക്കപ്പെടുന്ന രാഗദ്വേഷങ്ങൾ കർമ്മവും ഫലവും ആവർത്തിക്കുവാൻ ഇടയാക്കുന്നു. കർമ്മ ഫലാവർത്തനങ്ങൾക്കായി വീണ്ടും വീണ്ടും ജനിക്കേണ്ടതായും മരിക്കേണ്ടതായും വരുന്നു. അതുകൊണ്ടാണ് കർമ്മഫല ഹേതുവായി തീരരുത് എന്ന് ഭഗവാൻ ഉപദേശിക്കുന്നത്. ഫലേച്ഛ കൂടാതെ കർമ്മം ചെയ്യണമെന്ന് പറഞ്ഞാൽ ഫലം കൈവരുമ്പോൾ അത് ഉപേക്ഷിക്കണമെന്നല്ല. ഫലസ്വരൂപം അനിശ്ചിതമാകയാൽ സദാ ഫലത്തെ ചിന്തിച്ച് ചഞ്ചലമാകുമെന്നുള്ളത് കൊണ്ടാണ് ഫലചിന്തയുടെ സ്ഥാനത്ത് ഈശ്വരചിന്ത ഉറപ്പിക്കണമെന്ന് താൽപ്പര്യപ്പെടുന്നത്. ഈ വസ്തുത മനസ്സിലാക്കാതെ ഫലകാംക്ഷ പാടില്ല എങ്കിൽ പിന്നെ കർമ്മം ചെയ്യേണ്ടതില്ലല്ലോ എന്ന് തത്പരകക്ഷികൾ വാദിക്കാറുണ്ട്. കർമ്മവാസനയുള്ളയാൾ ബാഹ്യകർമ്മങ്ങൾ ഉപേക്ഷിച്ചാൽ അവ അന്ധകരണത്തിൽ ലയിക്കുവാൻ ഇടയായി വരുന്നു. അങ്ങനെ അന്ധകരണത്തിൽ ലയിച്ചാൽ തമോ ഗുണം വർദ്ധിപ്പിച്ച് ആലസ്യത്തിലും അനാചാരങ്ങളിലും കുടുങ്ങി ജീവിതത്തെ പതനത്തിലേക്ക് നയിക്കുന്നു. അതുകൊണ്ട് അകർമ്മണ്യതയിൽ സംഘം വരരുത് എന്ന് ഭഗവാൻ വീണ്ടും വീണ്ടും ഉപദേശിക്കുന്നു. കർമ്മം ചെയ്തേ തീരൂ. കർമ്മഫലത്തിൽ ആകാംക്ഷ ഒട്ടും തന്നെ പാടില്ല. കർമ്മവാസനകൾ സഞ്ചയിക്കരുത്. അകർമ്മണ്യതയിൽ
സംഘവും വരരുത്. ഈ 4 തത്വങ്ങളാണ് കർമ്മമാർഗത്തെ ശോഭനമാക്കി തീർത്ത് ആത്മാവാനാകാനുള്ള ഉപായങ്ങൾ. കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കദാചന മാ കർമ്മഫലഹേതുർഭൂ മാ തേ സംഗോസ്ത്വകർമ്മണി. മനനം ചെയ്ത് നല്ലവണ്ണം മനസ്സിലുറപ്പിക്കേണ്ട ശാസ്ത്രമന്ത്രമാണിത്. ഈശ്വരബുദ്ധി വെടിഞ്ഞ് ഫലത്തെ മാത്രം ലക്ഷ്യമാക്കി ചെയ്യുന്ന കർമ്മം ഒരിക്കലും ജീവിതത്തെ ധന്യമാക്കില്ല എന്ന് നാം എപ്പോഴും ഓർക്കണം. Thank you for watching this video. Do not forget to share this to your group.